ബാംഗ്ലൂരിൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു അനീതിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ അതിനേക്കാൾ വലിയൊരു വിഷയമായിട്ടും അതിനേക്കാൾ വലിയ തലക്കെട്ടായിട്ടും അതിനേക്കാൾ വലിയൊരു പ്രചാരണായുധമായിട്ടും ഇതിനെ എടുത്തു വെക്കുന്നത് വഞ്ചനാപരമാണെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഒന്ന്, ഇംഗ്ലീഷ് അറിയാമോ ഇല്ലേ എന്നുള്ളത് റഹീമിൻ്റെ വ്യക്തിപരമായ ഒരു എബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് സമൂഹത്തിന് എന്താണ് കാര്യമുള്ളതെന്ന് എനിക്കറിയില്ല. അയാൾ പാർലമെൻറ്റിൽ പോകുന്നു, പാർലമെൻറ്റിൽ പോയി കേരളത്തിൻ്റെ വിഷയങ്ങൾ, ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു. അത് നോക്കിയാണ് പലപ്പോഴും വായിക്കുക. എങ്കിലും അയാളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു, ചർച്ചയിൽ പങ്കെടുക്കുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. പോരെ? അതിനപ്പുറം വന്ന് ഏത് ഭാഷയിൽ നന്നായി പ്രസംഗിക്കാൻ അയാൾക്കറിയാം എന്നുള്ളത് വ്യക്തിപരമായ അയാളുടെ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതില്ലാത്ത ഒരുപാട് മനുഷ്യന്മാരാണ് ഇന്ത്യ ഉണ്ടാക്കിയത്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യന്മാരായിട്ട്, ഇന്ത്യയെ സൃഷ്ടിച്ച മനുഷ്യന്മാരായിട്ട് കണ്ട പല ആളുകൾക്കും അങ്ങനെ ഗംഭീരമായി ഇംഗ്ലീഷൊന്നും അറിയില്ലായിരുന്നു. മലയാളം മാത്രം അറിയാവുന്ന മനുഷ്യന്മാർ കൂടിയാണ് കേരളത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയായ്മ ഒരാളുടെ ഒരു പെർഫെക്ഷനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. BA-യും MA-യും ഒക്കെ കഴിഞ്ഞിട്ടും മലയാളം നന്നായി സംസാരിക്കാൻ കഴിയാത്ത ഒരുപാട് പേര് കേരളത്തിലുണ്ട്. അത് നമ്മുടെ മലയാളം മീഡിയത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ മലയാളം മീഡിയത്തിൽ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ എത്തിയാൽ പോലും മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ CBSE പഠിക്കുന്ന എൻ്റെ മകൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യും. ഞാൻ 10-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനോ അത് സംസാരിക്കാനോ പ്രാപ്തി നേടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവം അതാണ്. ഞാൻ ഡിഗ്രിയും കഴിഞ്ഞ് ജേർണലിസം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാണ് ഇംഗ്ലീഷിനോട് എൻഗേജ് ചെയ്യാനുള്ള എൻ്റെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തത്. അത് നമ്മുടെ ഈ സമ്പ്രദായത്തിൻ്റെ പ്രശ്നമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ഡിഗ്രി സ്റ്റുഡൻസ് ആയിട്ടുള്ള പഴയ 80s and 90s കിഡ്സിന് എത്തവർക്ക് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. അറിയാവുന്നവരുണ്ട്, അറിയാത്ത മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അതാണ് അയാളുടെ ഒരു കേപ്പബിലിറ്റി നിർണ്ണയിക്കുന്ന ഒരു ഘടകം, അയാളുടെ അർഹത നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്ന് പറയാൻ പാടില്ല. അതിനപ്പുറമുള്ള ഗൗരവതരമായ പ്രശ്നം അപ്പുറത്ത് കിടക്കുകയാണ്. ഇതെന്താണ്? ഈ ഒരു തെരുവിൽ അശരണരായ 180 കുടുംബങ്ങളെ ഒരു ദിവസം സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഭരണകൂടത ഭീകരതയ്ക്ക് അവരിരയാക്കപ്പെടുന്നു, അവരെടുത്തെറിയപ്പെടുന്നു. ഒരു ഭരണകൂടം എന്തിൻ്റെ പേര് പറഞ്ഞാലും ഒരു കുടുംബത്തെ വഴിയിലേക്ക് ഇറക്കി വിടുമ്പോൾ ഇന്ന് രാത്രി ആ മനുഷ്യർ എവിടെ അന്തി ഉറങ്ങും എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത ഒരു ഭരണകൂടത്തിനുണ്ട്. ഏത് നോട്ടീസ് കൊടുത്തിട്ടായാലും വേണ്ടില്ല, ഏത് അന്യായ താമസക്കാരായാലും വേണ്ടില്ല, അവർ ഇന്ത്യൻ പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവരെ ഒരു ഭരണകൂടം ബുൾഡോസറിട്ട് ഇടിച്ചിറക്കി വിടുമ്പോൾ ഈ രാത്രിയിൽ ഗർഭിണികളും സ്ത്രീകളും കുഞ്ഞുങ്ങളുമായ ആ മനുഷ്യർ ഇന്ന് എവിടെ അന്തി ഉറങ്ങുമെന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത ആ ഭരണകൂടത്തിനുണ്ട്. അത് ആ ഭരണകൂടം നിറവേറ്റിയില്ല. കേരളത്തിന് പുറത്ത് നമ്മൾ എവിടെയും കാണുന്നതാണ് ഇത്തരം ഇറക്കി വിടലുകൾ. അതിപ്പോൾ ഈ ചർച്ചയാവുകയും അവർക്ക് ഫ്ലാറ്റ് കൊടുക്കാനും അവരെ പുനരധിവസിപ്പിക്കാനും കർണാടക സർക്കാർ തീരുമാനിച്ചതായി വാർത്തകൾ കാണുന്നു. അതെങ്ങനെ സംഭവിച്ചാണ്? കർണാടകയിൽ ഉണ്ടായി വന്നിട്ടുള്ള വലിയ ബഹുജന പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അത് ഇന്ത്യയിൽ ഡിസ്കഷനാക്കി കൊണ്ടുവന്നത്, അതൊരു പ്രതിഷേധ വിഷയമാക്കി കൊണ്ടുവന്നത് കേരളത്തിലെ ആൾക്കാരാണ് അല്ലേ? കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ A. റഹീം നിർവഹിച്ച ഒരു ദൗത്യത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? അയാൾ അവിടെ പോയി ആളുകളെ കാണുന്നു, അയാളുടെ പാർട്ടി നിർദ്ദേശപ്രകാരമാണെങ്കിൽ കൂടി അയാളോട് പോയി ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു, അത് വാർത്തയാക്കുന്നു, കേരളത്തിൽ നിന്നുള്ള ഇടപെടൽ വരുന്നു, മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. അതിനൊരു പരിഹാരമുണ്ടാക്കാതെ നിവൃത്തിയില്ല എന്ന ഘട്ടത്തിലേക്ക് സിദ്ധരാമയ്യ വരുന്നു. ഇല്ലെങ്കിൽ ഈ മനുഷ്യർ തെരുവിൽ തണുത്ത് കിടന്നേനെ. കാരണം അവർക്കൊരു പ്ലാനും ഉണ്ടായില്ല ഇറക്കി വിടുന്ന മനുഷ്യരെ എന്ത് ചെയ്യണമെന്നുള്ളത്. സോ രാഷ്ട്രീയ ദൗത്യം എന്നത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യർക്ക് ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ, ഇറക്കി വിട്ടപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ രാഷ്ട്രീയമായി നടത്തിയിട്ടുള്ള ദൗത്യം സമ്പൂർണ്ണമായി വിജയമായി കഴിഞ്ഞിരിക്കുന്നു. അത് പറയുന്നതിലുണ്ടായപ്പോയിട്ടുള്ള വാക്കുകളിലെ പാളിച്ചെടുത്ത് പരിഹസിക്കുന്ന മനുഷ്യർ അടിസ്ഥാന രാഷ്ട്രീയം എന്താണെന്ന്, അരികുകളിലെ മനുഷ്യരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ്. അതുകൊണ്ട് റഹീമിനോട് എന്തെങ്കിലും പാളിച്ച പറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. റഹീമിന് ഇപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാത്ത അദ്ദേഹത്തിനൊരു കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഹരിക്കട്ടെ. കാരണം CPIM-ൻ്റെ ദേശീയ മുഖങ്ങളായിട്ടുള്ള ചുരുക്കം ചില ആൾക്കാരുടെ ഒരാളാണ്. പാർട്ടിയുടെ പൊളിറ്റിക്സും നയവും ഒക്കെ ഇന്ത്യയോട് പറയേണ്ടവരാണ്. അവർക്ക് ഏതാണോ കംഫർട്ടബിൾ ഭാഷ എല്ലാവർക്കും മനസ്സിലാവുന്നത്, ആ ഭാഷ ആർജിക്കാൻ ഇവർ ശ്രമിക്കേണ്ടതൊക്കെയാണ്. പക്ഷേ റഹീം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് പൂർത്തിയാക്കിയത് എന്ന് ഞാൻ പറയും. റഹീം അടക്കമുള്ള ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ കർണാടകയിലെ മനുഷ്യർ തെരുവിൽ കിടക്കും. അതിന് പരിഹാരം ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്നുള്ള മനുഷ്യന്മാരുടെ രാഷ്ട്രീയ ശബ്ദമാണ്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഏതോ തെരുവുകളിൽ എടുത്തെറിയപ്പെട്ട മനുഷ്യർക്ക് തുല്യമായി കർണാടകയിലെ ബാംഗ്ലൂരിലെ ഈ മനുഷ്യർ മാറിയനെ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഹാറ്റ്സ് ഓഫ് ആണ് പറയാൻ തോന്നുന്നത്.